ഖത്തർ സീറോ മലബാർ ദേവാലയത്തിന് ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ജൂബിലി സംഗമം 25-ന് സഭാ ആസ്ഥാനമായ കാക്കനാട് സെന്റ് തോമസ് മൗണ്ടിൽ നടത്തും. പരിപാടിയിൽ ഖത്തറിൽ സഭയുടെ വളർച്ചയ്ക്കായി സേവനമനുഷ്ഠിച്ച ശേഷം തിരികെ വന്ന മുൻകാല പ്രവർത്തകരെയും നേതാക്കന്മാരെയും ആദരിക്കും. കർദിനാൾ മാർ ജോർജ് ആലഞ്ചേരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലുള്ള വിശുദ്ധ കുർബാനയോടെ ചടങ്ങുകൾ ആരംഭിക്കും. സഭാ വക്താവ് ഡോക്ടർ കൊച്ചുറാണി ജോസഫ് നയിക്കുന്ന സെമിനാറിന് ശേഷം പൊതുസമ്മേളനം സീറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. മാർ ജോസഫ് കൊല്ലംപറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും. വത്തിക്കാന്റെ വിവിധ ഓഫീസുകളിൽ സേവനമനുഷ്ഠിക്കുന്ന ആശ്രിതരുടെ മക്കൾക്കായി ഒരുക്കിയ കുട്ടികളുടെ വേനൽക്കാല ക്യാമ്പിൽ ഫ്രാൻസിസ് പാപ്പ എത്തി. സംഘാടകർക്കും കുട്ടികൾക്കും ഏതാനും രക്ഷകർത്താക്കൾക്കുമൊപ്പം പ്രാർത്ഥിച്ചും സംവാദിച്ചും സമയം ചെലവഴിച്ച പാപ്പ തന്റെ ബാല്യകാല സ്മരണകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. കുട്ടികളുടെ വേനൽക്കാലം എന്ന പേരിലാണ് പരിപാടി നടന്നത്. സഹോദരങ്ങൾ തമ്മിലും കുടുംബത്തിലും വഴക്കുണ്ടാകുമ്പോൾ അവ കഴിയുന്നതും വേഗം അവസാനിപ്പിക്കണമെന്നും ഒരിക്കലും സംഘർഷ മനോഭാവത്തോടെ ഉറങ്ങാൻ പോകരുതെന്നും പാപ്പ കുട്ടികളെ ഉദ്ബോധിപ്പിച്ചു. ജൂബിലി എന്നത് സന്തോഷം എന്ന വാക്കിൽ നിന്നാണ് വരുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. അതുകൊണ്ട് തന്നെ സന്തോഷത്തോടെ വേണം ജൂബിലിക്കായി ഒരുങ്ങേണ്ടതെന്നും പാപ്പ കുട്ടികളോട് പറഞ്ഞു. 1994 ജൂലൈ 18-ന് അർജന്റീനയിൽ നടന്ന ഭീകരാക്രമണത്തെ അനുസ്മരിച്ച് ഫ്രാൻസിസ് പാപ്പ ആക്രമണത്തിന്റെ 30-ാം വാർഷികത്തോടനുബന്ധിച്ച് ഫ്രാൻസിസ് പാപ്പ കത്തയക്കുകയും വേദനിക്കുന്നവർക്ക് തന്റെ സാമീപ്യം അറിയിക്കുകയും ചെയ്തു. ആക്രമണത്തിന് ശേഷം എല്ലാ വർഷവും ആ ദിവസം അസോസിയേഷൻ അംഗങ്ങൾ അനുസ്മരണ യോഗം സംഘടിപ്പിച്ചിരുന്നു. ബ്യൂണസ് അയേഴ്സ് നഗരത്തിൽ അർജന്റീന ഇസ്രായേൽ മ്യൂച്വൽ അസോസിയേഷന് നേരെയാണ് 30 വർഷങ്ങൾക്ക് മുൻപ് ഭീകരാക്രമണം ഉണ്ടായത്. ആക്രമണത്തിൽ നിരവധി ആളുകൾക്ക് പരിക്കേൽക്കുകയും 85ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. 1994 ജൂലൈ 18-ന് കൊല്ലപ്പെട്ട 85 സഹോദരങ്ങളെ ഓർക്കാൻ ഈ ഓർമ്മ നമ്മെ പ്രേരിപ്പിക്കുന്നുവെന്നും പാപ്പ കത്തിൽ വെളിപ്പെടുത്തി. ന്യൂയോർക്ക് സിറ്റി ഇടവകയിൽ ഉണ്ണീശോ പ്രതിമയുടെ തല തകർത്തതിന് ജംഷിദ് ചൗധരി എന്ന യുവാവിനെതിരെ വിദ്വേഷ കുറ്റം ചുമത്തി. ന്യൂയോർക്ക് സിറ്റി ഹോളി ഫാമിലി ദേവാലയത്തിലാണ് ഉണ്ണീശോ പ്രതിമയുടെ തല തകർത്തതുമായി ബന്ധപ്പെട്ട് ജംഷിദ് ചൗധരിക്കെതിരെ വിദ്വേഷ കുറ്റം ചുമത്തിയതായ വിവരം ക്യൂൻസ് ജില്ലാ അഭിഭാഷക മെലിൻഡ കേറ്റ്സ് തന്റെ സമൂഹ അക്കൗണ്ടിലൂടെ അറിയിച്ചത്. കുറ്റം തെളിഞ്ഞാൽ പ്രതിക്ക് 15 വർഷം വരെ തടവ് ലഭിക്കാം. നിരീക്ഷണ ക്യാമറയിൽ ചൗധരി പള്ളിയിലേക്ക് കയറുന്നത് കാണുകയും അതിനുശേഷം പ്രതിമയുടെ അടുത്തേക്ക് ഓടി തന്റെ ഷൂ ഉപയോഗിച്ച് പ്രതിമയിൽ പലതവണ അടിക്കുകയും ഉണ്ണീശോയുടെ പ്രതിമ തകർക്കുന്നതായും കാണാം. പ്രതിയെ പിടികൂടിയ ഹേറ്റ് ക്രൈം ബ്യൂറോയ്ക്കും NYPDയുടെ ഹേറ്റ് ക്രൈം ടാസ്ക് ഫോഴ്സിനും മെലിൻഡ കാറ്റ്സ് നന്ദി പറയുകയും ചെയ്തു. അമേരിക്കൻ വിശ്വാസികളുടെ ഐക്യത്തിന് വേദിയായി അന്താരാഷ്ട്ര ദിവ്യകാരുണ്യ കോൺഗ്രസ് ഇന്ത്യാനയിലെ NFL സ്റ്റേഡിയത്തിൽ ജൂലൈ 17 മുതൽ 21 വരെ നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൽ 10,000-കണക്കിന് കത്തോലിക്ക വിശ്വാസികളാണ് പങ്കെടുക്കുന്നത്. യുണൈറ്റഡ് സ്റ്റേറ്റ്സിലെ സഭയുടെ ഐക്യത്തിന്റെ നിമിഷം എന്നാണ് ദിവ്യകാരുണ്യ ആരാധന നിമിഷങ്ങളെക്കുറിച്ച് മിൻസോട്ടയിലെ കോക്സ്റ്റൺ ബിഷപ്പ് ആൻഡ്രൂ കോസൻ വിശേഷിപ്പിച്ചത്. വിവിധ ഇടവകകളിൽ നിന്നും സന്യാസ സമൂഹങ്ങളിൽ നിന്നും കുടുംബങ്ങളിൽ നിന്നും കാൽനടയായും മറ്റു വാഹനങ്ങളിലൂടെയും വ്യോമമാർഗവും നിരവധി വൈദികരും സമർപ്പിതരും വിശ്വാസികളും ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി സ്റ്റേഡിയത്തിൽ ഒത്തുചേർന്നിരുന്നു.